ഹായ് എവരിവൺ. നമ്മുടെ സോഷ്യോളജിയിലെ ബേസിക് കോൺസെപ്റ്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് സ്റ്റാറ്റസ്, റോൾ, അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ജെറാർഡ് ലെൻസ്കി എന്ന തിങ്കറാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് എന്താണ് സ്റ്റാറ്റസ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Status refers to the position or the rank one holds in a social group. നമ്മളെല്ലാവരും സമൂഹത്തിൽ സാമൂഹിക ജീവികളായിട്ട് ജീവിക്കുന്നവരാണ്. ഇൻഡിവിജ്വൽ ആയിട്ടല്ല, ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായി ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള പൊസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ വ്യക്തികൾക്കും നൽകപ്പെടുന്ന പൊസിഷൻസിനെയും റാങ്കിനെയും എല്ലാമാണ് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. Status inconsistency refers to a situation where an individual occupies multiple social positions that do not align in terms of prestige, honor or social class. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള റോളുകൾ ഉണ്ട്. ഈ റോളുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസുകൾ പരസ്പരം അലൈൻഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം പ്രൈവറ്റ് കോളേജുകളുണ്ട്. ഈ പ്രൈവറ്റ് കോളേജുകളിലെല്ലാം വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെ ഒരു പ്രത്യേകത, എല്ലാ സ്ഥലങ്ങളിലും അല്ല, ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, അവിടങ്ങളിൽ സാലറി വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. ഗവൺമെന്റ് കോളേജുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാലറി ഉണ്ടാകും. അതേസമയം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സാലറി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവർ അധ്യാപകർ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള റെസ്പെക്റ്റ് ലഭിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഒരു കോളേജ് അധ്യാപകൻ എന്നുള്ള നിലക്ക് അവർക്ക് സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള റെസ്പെക്റ്റ് ലഭിക്കുന്നു. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഹൈ ആണ്. ഒരു ടീച്ചർ എന്നുള്ള, ഒരു ലെക്ചർ എന്നുള്ള ഒരു സ്റ്റാറ്റസ് വളരെയധികം ഹൈ ആണ്. എന്നാൽ അവർക്ക് കിട്ടുന്ന സാലറി കുറവായതുകൊണ്ട് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ലോ ആണ്. അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസ കുറവായതുകൊണ്ട് അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ലോ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോളേജ് അധ്യാപകൻ എന്നുള്ള വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ, അവിടെ കിട്ടുന്ന ഹൈ സ്റ്റാറ്റസ്, എന്നാൽ സാലറി കുറവായതുകൊണ്ട് ഫൈനാൻഷ്യൽ പൊസിഷൻ ലോ ആകുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നു. അപ്പൊ അതാണ് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ സോഷ്യൽ പൊസിഷനും ഫൈനാൻഷ്യൽ പൊസിഷനും തമ്മിൽ ഇൻകൺസിസ്റ്റന്റ് ആവുക എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഈ വ്യക്തിയുടെ സാലറി വർദ്ധിക്കുകയും അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടി ഹൈ ആവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റാറ്റസ് ക്രിസ്റ്റലൈസേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി ആണ്. അതിന്റെ കാരണം അയാളുടെ സാലറി കുറവായിരുന്നു എന്നുള്ളതാണ്. ഈ സാലറി കുറവായിരുന്നു എന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയും അയാളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്താൽ അവിടെ ഈ രണ്ട് സ്റ്റാറ്റസുകൾക്കിടയിൽ ഒരു കൺസിസ്റ്റൻസി വന്നു. ഇങ്ങനെ കൺസിസ്റ്റൻസി വരികയാണെങ്കിൽ അതിന് സ്റ്റാറ്റസ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമൂഹത്തിൽ സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുമ്പോൾ അത് സോഷ്യൽ ടെൻഷൻസിലേക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോളേജ് അധ്യാപകരുടെ കാര്യം പോലെ തന്നെ ആളുകൾക്ക് അവരുടെ വ്യത്യസ്ത സ്റ്റാറ്റസുകൾക്കിടയിൽ ഇൻകൺസിസ്റ്റൻസി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനോടും അതോറിറ്റിയിൽ ഇരിക്കുന്നവരോടും സോഷ്യൽ സ്ട്രക്ചറിനോടൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രതിഷേധവും അവരുടെ ഉള്ളിലുള്ള അസംതൃപ്തിയും എല്ലാം സോഷ്യൽ ടെൻഷൻസ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത് പോലെയുള്ള അടിപിടിയിലേക്കെല്ലാം അത് നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. സ്റ്റാറ്റസ് ക്രിസ്റ്റലൈസേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അത് സോഷ്യൽ യൂണിറ്റിയിലേക്കാണ് പോവുക. എന്നാൽ സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി ആണ് നടക്കുന്നതെങ്കിൽ അത് സോഷ്യൽ ടെൻഷൻസിലേക്കായിരിക്കും നയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ജെറാർഡ് ലെൻസ്കി എന്നുള്ള ഒരു തിങ്കറാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ വ്യത്യസ്ത സ്റ്റാറ്റസുകൾക്കിടയിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവുക, അത് അലൈൻഡ് ആവാതിരിക്കുക. നമ്മൾ എക്സാമ്പിൾ കണ്ടതുപോലെ ഒരാൾക്ക് ഉയർന്ന റെസ്പെക്ട് ലഭിക്കുന്നു, എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള സാലറി ലഭിക്കുന്നില്ല. അപ്പോൾ അവിടെ സോഷ്യൽ പൊസിഷനും
ഫൈനാൻഷ്യൽ പൊസിഷനും തമ്മിൽ അലൈൻഡ് ആവുന്നില്ല. ഇത്തരത്തിൽ അലൈൻഡ് ആവാതിരിക്കുക, ഇൻകൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് സ്റ്റാറ്റസ് ഇൻകൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അലൈൻഡ് ആവാത്ത സാഹചര്യത്തിൽ നിന്നും അലൈൻഡ് ആവുന്ന രീതിയിലേക്കുള്ള സാഹചര്യത്തിലേക്ക് ഈ രണ്ട് സ്റ്റാറ്റസുകൾ മാറുകയാണെങ്കിൽ അതിനെ സ്റ്റാറ്റസ് ക്രിസ്റ്റലൈസേഷൻ എന്നും പറയുന്നു. മറ്റൊരു ദിവസം ഇതുപോലെയുള്ള മറ്റൊരു ബേസിക് കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.